സമ്പത്ത് കാലത്ത് സ്വല്പം സ്വർണം വാങ്ങിയാൽ ആപത്ത് കാലത്ത് കൊണ്ട പണയം വെക്കാം. എൻ്റെ പൊന്നെ എന്ന വിളിയുടെ വില ഇപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായത്. പൊന്നിന് ഓരോ ദിവസവും വില കുതിച്ചുയരുകയാണ്. വലിയ നോമ്പിനും പെരുന്നാളിനും ശേഷം വിവാഹത്തിന് സ്വർണ്ണമെടുക്കാമെന്നോർത്തിരുന്നവരാണ് ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നത്. സ്വർണ്ണവില അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് പവന് 1400 രൂപയുടെ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസത്തിനിടയ്ക്ക് ഉയർന്നതാവട്ടെ പവന് 1640 രൂപയും. കഴിഞ്ഞ മാർച്ച് 1-ന് 1 പവൻ സ്വർണത്തിന് വിപണി വില 46,320 രൂപയായിരുന്നു. അത് ഏപ്രിൽ 9 ആയപ്പോഴേക്കും 52,520 രൂപയായി ഉയർന്നു. അതായത് ഒരു മാസത്തിനുള്ളിൽ 1 പവന് വർദ്ധിച്ചത് 6,200 രൂപയാണ്. 33,000 രൂപയുടെ വർധനവാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. 2015-ൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $1.300 പവന് വില 21,200 രൂപയിലും ആയിരുന്നു. ഇന്നത് $602 1 പവന് സ്വർണ്ണവില 52,520 രൂപയിലും എത്തി നിൽക്കുന്നു. ആദ്യം നമുക്ക് സ്വർണത്തിന്റെ ഖനനം മുതൽ ആഭരണ നിർമ്മാണത്തിന്റെ ഘട്ടം വരെയുള്ള ഒരു ഹ്രസ്വ ചിത്രം കാണാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിവാഹ വിപണിയിലെ ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയാണിപ്പോൾ നേരിട്ടിരിക്കുന്നത്. 1 പവൻ സ്വർണ്ണാഭരണമായി ഇന്ന് വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, നികുതി, ഹാൾമാർക്കിംഗ് ചാർജസ് ഉൾപ്പെടെ 60,000 രൂപയെങ്കിലും ഇന്ന് നൽകണം. ഈ വർഷം ഫെഡറൽ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിന് ഒരു പ്രധാന കാരണം. ഇതുകൂടാതെ സ്വർണ്ണവില പ്രതിദിനം കൂടുവാനുള്ള മറ്റു കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, വിതരണവും ഡിമാൻഡും. പ്രാഥമികമായി സ്വർണ്ണവില കൂടുവാനുള്ള കാരണം സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡൈനാമിക്സ് ആണ്. അതായത് സ്വർണത്തിന്റെ ഡിമാൻഡ് വിതരണത്തെക്കാൾ കൂടുതലാണെങ്കിൽ വില ഉയരും. വർദ്ധിച്ച ആഭരണ ഡിമാൻഡ്, നിക്ഷേപ ഡിമാൻഡ്, ഉദാഹരണത്തിന് സ്വർണ്ണ ETF-കൾ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന് കേരളത്തിലെ കാര്യമെടുത്താൽ ഇത് വിവാഹ സീസണാണ്. സ്വർണത്തിന് ആവശ്യക്കാർ കൂടുതലുള്ള സമയം. നിക്ഷേപകർ സ്വർണത്തെ ഒരു മികച്ച മാർഗമായും കാണുന്നു. ഇന്ന് വിദേശ മലയാളികൾ ഉൾപ്പെടെ പലർക്കും അവരുടെ പണം പഴയതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളിലോ മൊത്തമൂറ്റ് ബാങ്ക് പോലെയുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലോ എന്തിന് സർക്കാർ ട്രഷറികളിൽ പോലും നിക്ഷേപിക്കുവാൻ ഭയമാണ്. ഇവരെല്ലാം ഇന്ന് നിക്ഷേപത്തിനായുള്ള സുരക്ഷിത മാർഗമായി കാണുന്നത് സ്വർണത്തിന്മേലാണ്. അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കുന്നു, സ്വാഭാവികമായും വിലയും വർദ്ധിക്കുന്നു. 2, സാമ്പത്തിക അനിശ്ചിതത്വം. സാമ്പത്തിക അനിശ്ചിതത്വം അത് പ്രാദേശികമോ ദേശീയമോ അന്തർദേശീയ തലത്തിലോ ഉള്ള സമയങ്ങളിൽ സ്വർണം പലപ്പോഴും സുരക്ഷിത മാർഗമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക മാന്ദ്യങ്ങൾ, കറൻസി മൂല്യത്തകർച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിങ്ങനെ ഒരു ആശങ്കയുണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞേക്കാം. ഇത് അതിൻ്റെ വില വർദ്ധിപ്പിക്കും. 3, പണപ്പെരുപ്പ ആശങ്കകൾ. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉള്ളപ്പോൾ വിദേശ കറൻസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പണപ്പെരുപ്പത്തിന്റെ ഇടിവ് മൂലമുണ്ടാകുന്ന
പ്രത്യാഘാതങ്ങൾക്ക് സാധ്യത കുറവായതിനാൽ നിക്ഷേപകർ സ്വർണത്തെ ഒരു നിക്ഷേപ ഉപാധിയായി പരിഗണിച്ചേക്കാം. ഇത് ഡിമാൻഡും വിലയും വർദ്ധിപ്പിക്കും. 4. പലിശ നിരക്ക്. ബാങ്ക് പലിശ നിരക്കുകളുമായി സ്വർണത്തിന് അഭേദ്യ ബന്ധമുണ്ട്. പലിശ നിരക്കുകൾ കുറവായിരിക്കുമ്പോൾ സ്വർണം വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ പലിശ ലഭിക്കുന്ന സമയത്ത് സ്വർണത്തോട് നിക്ഷേപകർക്ക് താല്പര്യം കൂടുന്നു. 5. കറൻസി ഏറ്റക്കുറച്ചിലുകൾ. കറൻസി വിനിമയ നിരക്കിലെ മാറ്റങ്ങൾ സ്വർണ്ണവിലയെ സാരമായി ബാധിക്കും. 6. മാർക്കറ്റ് സെന്റിമെന്റ്. ഹ്രസ്വകാല സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഊഹക്കച്ചവട വാങ്ങലിനെ പ്രോത്സാഹിപ്പിക്കും. ഉയരുന്ന വില ഇത്തരക്കാരെ കൂടുതൽ സ്വർണത്തിൽ നിക്ഷേപിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. 7. സെൻട്രൽ ബാങ്ക് നയങ്ങൾ. പണലഘൂകരണം അഥവാ കൂടുതൽ പണം അച്ചടിക്കുക അല്ലെങ്കിൽ സ്വർണം വാങ്ങൽ പോലെയുള്ള സെൻട്രൽ ബാങ്കുകളുടെ തീരുമാനങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കും. സെൻട്രൽ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ പണപ്പെരുപ്പ പ്രതീക്ഷകളെയും ഫിയറ്റ് കറൻസികളുടെ മൂല്യത്തെയും ബാധിക്കും. 8. ഉൽപാദന ചെലവ്. ഖനനത്തിനും സ്വർണ്ണ ഉൽപാദനത്തിനുമുള്ള ചെലവ് അതിൻ്റെ വിലയെ സ്വാധീനിക്കും. തൊഴിൽ സമരങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജവില വർധന തുടങ്ങിയ ഘടകങ്ങൾ കാരണം ഉൽപാദന ചെലവ് ഉയരുകയാണെങ്കിൽ ഇത് സ്വർണ്ണവിലയിൽ സമ്മർദ്ദം ചെലുത്തും. 9. ആഗോള സംഭവങ്ങളുടെ ഇമ്പാക്റ്റ്. പ്രകൃതി ദുരന്തങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത അല്ലെങ്കിൽ ആരോഗ്യ പ്രതിസന്ധികൾ, ഉദാഹരണത്തിന് COVID-19 പാൻഡമിക് പോലെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ നിക്ഷേപകർ സുരക്ഷിതത്വം തേടുന്നതിനാൽ സ്വർണത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയും വില ഉയരുവാൻ കാരണമാകുകയും ചെയ്യും. 10. ഊഹക്കച്ചവടവും വ്യാപാരവും. വ്യാപാരികളും നിക്ഷേപകരും നടത്തുന്ന വാങ്ങലും വിൽപ്പനയും ഉൾപ്പെടെയുള്ള ഊഹക്കച്ചവടം സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കും. ഊഹക്കച്ചവട പ്രവർത്തനങ്ങൾ ഹ്രസ്വകാല വില വ്യതിയാനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ആരുടെ പക്കലാണെന്ന് പറയാമോ? ഈ ചോദ്യത്തിനുള്ള മറുപടി ഇന്ത്യൻ കുടുംബങ്ങൾ എന്നാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരം ഇന്ത്യൻ കുടുംബങ്ങളുടെ പക്കലാണ്. ഇതിൽ നിന്ന് തന്നെ അറിയാമല്ലോ ഇന്ത്യയിലെ സ്വർണ്ണശേഖരത്തിൻ്റെ വ്യാപ്തിയും ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള പ്രിയവും. രണ്ടാമത്, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും. ഉദാഹരണത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രം എടുക്കുക. ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശം 25 ദശലക്ഷം കിലോഗ്രാം അല്ലെങ്കിൽ ഏകദേശം 25,000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ ഡയറക്ടർ സോമസുന്ദരം വ്യക്തമാക്കുന്നത്. വിവാഹം പോലെയുള്ള മംഗളകരമായ അവസരങ്ങളിൽ സ്വർണം നൽകുന്നത് ഇന്ത്യയിൽ സ്ഥിരം പതിവാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭരണ വിപണിയും ഇന്ത്യക്ക് സ്വന്തമാണ്. സ്ത്രീകൾക്ക് തലമുറകളായി സ്വർണം കൈമാറി വരുന്ന സമ്പ്രദായം ഇവിടെയുണ്ട്. ഇത്രയും സ്വർണമെന്നാൽ ഇന്ത്യയുടെ GDPയുടെ 40% കവർ ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയുടെ GDP ആണെന്ന് കൂടി നാം ഓർക്കണം. US, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, IMF എന്നിവിടത്തിനേക്കാൾ കൂടുതൽ സ്വർണം നമ്മുടെ കരുതൽ ശേഖരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്. കോലാർ ഗോൾഡ് ഫീൽഡുകൾ എന്ന് പഠിച്ചിട്ടില്ലേ? മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 99% പ്രൈമറി സ്വർണത്തിൻ്റെ മുൻനിര ഉൽപ്പാദകരുമാണ് കർണാടക. 70ഓളം രാജ്യങ്ങളിൽ സ്വർണം ലോകത്തെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ലോകവ്യാപകമായ ഉൽപ്പാദനത്തിൻ്റെ 2/3 ഭാഗവും ദക്ഷിണാഫ്രിക്ക, ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ചൈന, കാനഡ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ്. ആഭരണങ്ങളിലെ സ്വർണത്തിൻ്റെ അളവ് ക്യാരറ്റ് എന്ന തോതിലാണ് അളക്കുന്നത്. ശുദ്ധ സ്വർണം 24 കാരറ്റാണ്. 22 കാരറ്റ്, 18 കാരറ്റ്, 14 കാരറ്റ്, 10 കാരറ്റ് എന്നിങ്ങനെ വിവിധ ക്യാരറ്റുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണ്. കാരറ്റ് കുറയുന്തോറും അതിലെ സ്വർണത്തിൻ്റെ അളവ് കുറയുകയും കൂട്ടുലോഹങ്ങളായ ചെമ്പ്, വെള്ളി മുതലായവയുടെ അളവ് കൂടുകയും ചെയ്യും. 916 സ്വർണം എന്നറിയപ്പെടുന്നത് 91.6% സ്വർണം അടങ്ങിയിരിക്കുന്ന ലോകസങ്കരമാണ്. 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിലെയും 916ലെയും സ്വർണത്തിൻ്റെ അളവ് തുല്യം തന്നെയാണ്. ഓരോ വർഷവും കേരളത്തിൽ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പൊട്ടുന്നുണ്ട്. നിക്ഷേപകരുടെ പണം പോകുന്നുമുണ്ട്. കൂടുപോലെ ഇത്തരം സ്ഥാപനങ്ങൾ മുളച്ചുവരുവാൻ കാരണം നിക്ഷേപകർ ഇത്തരം സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇത്തരക്കാരോട് പറയുവാനുള്ളത്, നിങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കുക. അതിൻ്റെ മൂല്യവും ഉയരും. നിങ്ങൾക്കൊരു ആവിൽഘട്ടമുണ്ടാകുമ്പോൾ അത് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. സമ്പത്ത് കാലത്ത് സ്വല്പം സ്വർണം വാങ്ങി വെച്ചാൽ ആപത്ത് കാലത്ത് വല്ല പണയമെങ്കിലും വെക്കാം എന്ന് ചുരുക്കം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.